എല്ലാ കൂട്ടുകാർക്കും കാർത്തികയുടെ ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥ നിങ്ങളെപ്പോലുള്ള ഒരു കൂട്ടുകാരന്റെ കഥയാണ്. ആ കൂട്ടുകാരന് ഒരു കുഞ്ഞു വാവയുണ്ടായി. ചില കൂട്ടുകാർക്കെങ്കിലും വീട്ടിൽ നിങ്ങളല്ലാതെ ഒരു കുഞ്ഞു വാവ ഉണ്ടാകും അല്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെയായിരിക്കും വീട്ടിലെ ഏറ്റവും കുഞ്ഞു വാവ. ഈ കഥ അമീറിന്റെ കഥയാണ്. അമീർ നഴ്സറിയിൽ പോകുന്ന ഒരു കുഞ്ഞു മോനാണ്. അമീറിന്റെ ഉമ്മയ്ക്ക് ഒരു കുഞ്ഞു വാവയുണ്ടായി. രാവിലെ തന്നെ അമീറും വാപ്പയും കൂടി കുഞ്ഞിനെ കാണാൻ ആശുപത്രിയിൽ പോയി. നല്ല ഭംഗിയുള്ള കുഞ്ഞ്. അമീറിന് വലിയ സന്തോഷമായി. ഞാൻ ഇനി മുതൽ ചേട്ടനായല്ലോ. വാവയെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. വാവയ്ക്ക് വീട്ടിൽ ചെറിയൊരു കട്ടിലുണ്ടായിരുന്നു. വാവയുടെ അടുത്ത് ഉമ്മ എപ്പോഴും കിടക്കും. വാവയ്ക്ക് എന്ത് കരച്ചിൽ വന്നാലും വാപ്പയും ഉമ്മയും ഓടിച്ചെല്ലും. അതെല്ലാം അമീർ കാണുന്നുണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ വാവ പയ്യെ വലുതാകാൻ തുടങ്ങി. വീട്ടിൽ വരുന്ന എല്ലാവരും വാവയ്ക്ക് വേണ്ടി എന്തെങ്കിലും സമ്മാനം കൊണ്ടു കൊടുക്കുമായിരുന്നു. എല്ലാവരും വാവയുടെ പേര് ചോദിക്കും, വാവയെ കളിപ്പിക്കും. വാവയായിരുന്നു ആ വീട്ടിലെ എല്ലാം. അങ്ങനെ കുറച്ചു കാലം കൂടി കിടന്നുപോയി. വാവ കുപ്പിയിൽ നിന്ന് പാലൊക്കെ കുടിക്കാൻ തുടങ്ങി. വാവ മുട്ടുകുത്തി നടക്കാനും തുടങ്ങി. ഒരു ദിവസം അമീർ പന്തുമായി കളിക്കുകയായിരുന്നു. ആ പന്ത് ചെന്ന് വാവയുടെ മേത്ത് കൊണ്ടു. വാവ കരയാൻ തുടങ്ങി. ഉമ്മ ഓടി വന്നു. എന്നിട്ട് വാവയെ എടുത്തു. അമീറിന് ദേഷ്യപ്പെട്ടു. എന്താ അമീറെ ഇങ്ങനെ? ഒന്ന് നോക്കി പന്തെറിഞ്ഞൂടെ? വാവ ഇരിക്കണത് നീ കണ്ടില്ലേ? അമീർ ഒന്നും മിണ്ടിയില്ല. വാവ കരച്ചിൽ നിർത്തിയുമില്ല. ഉമ്മ കുഞ്ഞുമായി അകത്തേക്ക് പോയി. അമീർ പന്തുമായി കളിക്കാനും തുടങ്ങി. അന്ന് വൈകുന്നേരം അമീറിന്റെ കുറെ കൂട്ടുകാർ വീട്ടിൽ വന്നു. എല്ലാവരും കൂടി കളിക്കാൻ തുടങ്ങി. ഒച്ചയായി, ബഹളമായി. ഇവരുടെ ശബ്ദം കേട്ട് ഉറങ്ങിക്കൊണ്ടിരുന്ന അമീറിന്റെ വാവ വീണ്ടും എഴുന്നേറ്റു. ഉമ്മ ഓടി വന്ന് വീണ്ടും പറഞ്ഞു, എന്താ അമീറെ ഒച്ച വെക്കണത്? വാവ ഉറങ്ങണത് കണ്ടില്ലേ? അമീർ കൂട്ടുകാർ മിണ്ടാതിരുന്നു. അവർ മുറ്റത്തേക്ക് പോയി കളിക്കാൻ തുടങ്ങി. അമീർ അന്ന് രാത്രി കിടക്കുമ്പോൾ ആലോചിച്ചു, ഞാൻ എന്ത് ചെയ്താലും കുഴപ്പമാണ്. എല്ലാവർക്കും വാവയാണ് ഇഷ്ടം. ഞാനും ഇനി മുതൽ വാവയെ പോലെ തന്നെ ആകാൻ പോവാം. അങ്ങനെ ആകുമ്പോൾ വാപ്പയ്ക്കും ഉമ്മയ്ക്കും എന്നോട് തന്നെ ആയിരിക്കും ഇഷ്ടം. പിറ്റേന്ന് രാവിലെ അമീറിനെ കുടിക്കാനായി പാല് ഗ്ലാസ്സിൽ കൊണ്ട് കൊടുത്തു. ആ പാൽ അമീർ പാല് കുപ്പിയിൽ ഒഴിച്ചു. എന്നിട്ട് ചപ്പി കുടിക്കാൻ തുടങ്ങി. അമീർ പാല് കുപ്പിയിൽ പാൽ കുടിക്കുന്നത് കണ്ട് വാപ്പ ചോദിച്ചു, എന്താ അമീറെ നീ കാണിക്കുന്നത്? നീ ഗ്ലാസ്സിലല്ലേ പാല് കുടിക്കാറ്? ഇനി മുതൽ ഞാൻ ഇങ്ങനെയാ. ഞാൻ വാവയെ പോലെ മാത്രമേ പെരുമാറൂ. എന്നാൽ എല്ലാവർക്കും എന്നോട് ഇഷ്ടമാകുമല്ലോ. അത് കേട്ട് വാപ്പയും ഉമ്മയും ചിരിക്കാൻ തുടങ്ങി. അമീർ വാവ ചെയ്യുന്ന പോലെ തന്നെ മുട്ടുകൊത്തി നടക്കാനും തുടങ്ങി. ഉച്ചയായപ്പോഴത്തേക്കും ഉമ്മ അമീറിനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, നീ വലിയ കുട്ടിയല്ലേ, എന്തിനാ കൊച്ചു പിള്ളേരെ പോലെ പെരുമാറുന്നത്? നിന്റെ വാവ വളർന്നുകൊണ്ടിരിക്കുകയല്ലേ. ഉമ്മയുടെ കയ്യിൽ ഒരു ആൽബം ഉണ്ടായിരുന്നു. ആൽബം തുറന്ന് അമീറിനെ കാണിച്ചു. അതിൽ അമീർ ജനിച്ചപ്പോൾ മുതലുള്ള പടങ്ങളായിരുന്നു. അതിൽ അമീർ ജനിച്ചപ്പോൾ എങ്ങനെയിരുന്നു, അമീർ മുട്ടുകുത്തി നടക്കുന്ന പടങ്ങളും അമീർ പാൽ കുടിക്കുന്ന പടങ്ങളും അമീർ ആദ്യമായി സ്കൂളിൽ പോയ പടങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ അമീറിന് സന്തോഷമായി. ഉമ്മ പറഞ്ഞു, നീയും വാവയെ പോലെ തന്നെയായിരുന്നു. ഞങ്ങളും നിന്നെ നല്ലതുപോലെ നോക്കി. കണ്ടില്ലേ നീ ഇപ്പൊ വലുതായത്? നീയാണ് വാവയെ നോക്കേണ്ടത്, അല്ലാതെ നീ വാവയാകുകയല്ല വേണ്ടത്. അമീർ തല കുലുക്കി. അന്ന് വൈകുന്നേരം അമീർ പറഞ്ഞു, അമ്മേ, നമുക്ക് വാവയും കൊണ്ട് വെളിയിലേക്ക് പോകാം. ഉമ്മ സമ്മതിച്ചു. അമീറും ഉമ്മയും വാവയും കൂടെ പുറത്തേക്ക് നടന്നു. അവിടെ അടുത്ത് ഒരു പാർക്കുണ്ടായിരുന്നു. പാർക്കിലൂടെ നടക്കുമ്പോൾ അവിടെ ഒരു ഐസ്ക്രീംകാരനെ കണ്ടു. ഐസ്ക്രീംകാരനെ കണ്ടപ്പോൾ ഉമ്മ അമീറിനോട് ചോദിച്ചു, അമീറെ, നിനക്ക് ഐസ്ക്രീം വേണോ? അമീർ തലയാട്ടി. എന്നിട്ട് പറഞ്ഞു, ഐസ്ക്രീം എനിക്ക് മാത്രം മതി.
വാവയ്ക്ക് കൊടുക്കണ്ട. വാവ ചെറുതല്ലേ, വലുതായി കഴിയുമ്പോൾ നമുക്ക് വാവയ്ക്ക് ഐസ്ക്രീം കൊടുക്കാം. വളരെ ഉത്തരവാദിത്വത്തോടെ ആ വലിയേട്ടൻ പറഞ്ഞു. ഇതുപോലെ എല്ലാ കൂട്ടുകാരും തങ്ങളുടെ അനിയത്തിമാരെയും അനിയന്മാരെയും നല്ലതുപോലെ സ്നേഹിച്ച് നോക്കണം. മറ്റൊരു കഥയുമായി കാതിക അടുത്ത ദിവസം. നന്ദി, നമസ്കാരം.